കുഞ്ഞാട്ടിൻ തീരും രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ചങ്കിലെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തിച്ചേരുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് വ്യത്യസ്ത മേഖലയിൽ വ്യത്യസ്ത മീഡിയയിലൂടെയൊക്കെ ഞങ്ങൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇൻ്റർനെറ്റിലൂടെയും ടി വി സ്ക്രീനിലൂടെയും മൊബൈൽ ഫോണിലൂടെയും ഒക്കെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ആദ്യമായിട്ട് ഈ പ്രോഗ്രാം കാണുന്നവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലത്തെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി മാറാൻ പോകുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് നിമിത്തമായി അനേക ഭവനങ്ങൾ വിടുവിക്കപ്പെടുവാനിടയായി തീർന്നു. അനേകരെ കർത്താവ് സൗഖ്യത്താൽ മാനിപ്പാനിടയായി. അനേക ഭവനങ്ങൾക്ക് പുതിയ വഴികളെ ദൈവം തുറന്നു കൊടുത്തു. ജോലിയില്ലാതിരുന്ന ചില പ്രിയപ്പെട്ടവർക്ക് കർത്താവ് പുതിയ വഴികൾ കർത്താവ് ഒരുക്കി. അനേകർക്ക് സമാധാനം നൽകി കൊടുത്ത് കർത്താവ് ആദരിപ്പാനിടയായി തീർന്നു. നിശ്ചയമായിട്ടും ഇന്ന് പകൽക്കാലം നിങ്ങളെയും കർത്താവ് സൗഖ്യമാക്കുവാൻ, നിങ്ങളെയും കർത്താവ് വിടുവിപ്പാൻ, നിങ്ങളെയും കർത്താവ് മാനിപ്പാൻ മതിയായ ദൈവമാണ്. ഇന്ന് പകൽക്കാലത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ 2 ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം തുടർന്ന് കർത്താവ് നൽകി തരുന്ന സമയങ്ങൾ തിരുവചനത്തിൽ നിന്ന് നാം ധ്യാനിക്കാനും ചിന്തിക്കാനുമായിട്ട് പോവുകയാണ്. ഒന്നാമതായിട്ട് ആദ്യമായിട്ട് കോട്ടയത്തുള്ള ഞങ്ങളുടെ അമ്മണി ആൻറ്റിക്കായി കുടുംബത്തിനായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്യാൻ ലോകരാജ്യങ്ങളിൽ ഈ സുവിശേഷം എത്തിക്കാൻ വേണ്ടി ഭവനം കാണിച്ച എല്ലാ നല്ല മനസ്സിനെയും ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ തലമുറകളെ ഇന്ന് പകൽക്കാലം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പുതുവഴികൾ അവർക്കായി തുറന്നു കൊടുക്കട്ടെ. അവർ ചെയ്യുന്ന എല്ലാ മേഖലയിലും ദൈവത്താൽ അനുഗ്രഹമുണ്ടാകട്ടെ. അവരുടെ മൃഗസമ്പത്ത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന രോഗത്തിൽ നിന്ന് കർത്താവ് വിടുവിക്കുവാൻ, രോഗസൗഖ്യം കൊടുത്ത് ആദരിപ്പാനൊക്കെ ഈ ദിവസങ്ങളിൽ ദൈവം അവരുടെ ഇടയിൽ പ്രവർത്തിപ്പാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഖത്തറിൽ ആയിരിക്കുന്ന പ്രിയ ഒരു ഭവനം, ആ കുടുംബം ചില നാൾക്ക് മുമ്പേ ഈ ദൈവഭാഗത്തെ കടന്നു വരുവാനിടയായി തീർന്നു. പേര് വെളിപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല എങ്കിലും കർത്താവിൻ്റെ വചനം അനേക സ്ഥലങ്ങളിൽ കടന്നു ചെന്ന് അനേകർ വിടുവിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം നിമിത്തമായി ആ ഭവനത്തെയും ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഭവനവും ഇന്ന് പകൽക്കാലം ഈ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്യുവാൻ അവരുടെ ഹൃദയത്തിൽ ദൈവം താല്പര്യം കൊടുത്തു. ഈ 2 ഭവനങ്ങളെ ഓർത്ത് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് കോട്ടയത്തായിരിക്കുന്ന ഞങ്ങളുടെ അമ്മണി ആൻറ്റിക്കായി കുടുംബത്തിനായി പ്രത്യേകം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഈ തലമുറയിൽ ഞങ്ങളുടെ പ്രിയ മക്കളുടെ പ്രവർത്തന മേഖല ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. മൃഗസമ്പത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. പുതുവഴികൾ അവർക്കായി ദൈവം തുറന്നു കൊടുക്കണം. സാമ്പത്തിക മേഖലയിൽ വലിയ വർധനമുണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ കർത്താവെ, ഖത്തറിലായിരിക്കും ഞങ്ങളുടെ പ്രിയ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആൻറ്റി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദൈവഭാഗത്തേക്ക് കടന്നു വരുവാൻ ചില നാൾക്ക് മുമ്പ് ദൈവം അവർക്ക് സാവകാശം ഒരുക്കി. കർത്താവെ, ആ കുടുംബം ഒന്നടങ്കം കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം സഹായിക്കണം. അവരുടെ ഭൗതിക നന്മ ഈ ഓഹരി കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി മാറ്റിവെപ്പാനിടയായി തീർന്നു. അത് വലിയ അനുഗ്രഹമായി ആ ഭവനത്തിന് സംഭവിക്കട്ടെ. ഞങ്ങളുടെ പ്രിയ എല്ലാ കുടുംബത്തെയും ബ്ലസ് ചെയ്യുന്നു. ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഭവനത്തെയും അനുഗ്രഹിക്കുന്നു. 30, 60, 100 മേനിയായി പ്രതിഫലം കൊടുത്ത് മടക്കി കൊടുത്ത് ആദരിക്കണം. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിക്കാൻ പോവുകയാണ്, ചിന്തിക്കാൻ പോവുകയാണ്. അതിനായിട്ട് പരിശുദ്ധാത്മാവ് എല്ലാവരെയും വചന ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ. എല്ലാവരെയും വചന കേൾവിയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളുമായിട്ട് ചില വേദഭാഗങ്ങൾ വായിച്ച് ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ നാമത്തിൽ ശരണപ്പെടുകയാണ്. വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ മക്കൾ എന്ന പദപ്രയോഗം അനേക വേദഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരെ ഒക്കെ മകൻ, മകളെന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾക്ക്
വളരെ സന്തോഷമാണ്. ഇന്ന് പകലിൽ മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് സ്വർഗസ്ഥനായ ദൈവം വചനത്തിനകത്തൂടെ ഇന്ന് പകൽക്കാലം നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. മക്കളെന്ന പദപ്രയോഗം ഏകദേശം 10 പ്രാവശ്യത്തിലധികമായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ വേദഭാഗങ്ങൾ വായിപ്പാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. അപ്പോൾ മക്കളുണ്ട്, പ്രിയ മക്കളുമുണ്ട്. നാം ഓരോരുത്തരും ദൈവത്തിന് പ്രിയ മക്കളാണ്. ഏറ്റവും വേണ്ടപ്പെട്ട കർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ഓരോരുത്തരുമാണ് നാം ഓരോരുത്തരും. ഇന്ന് പകലിൽ കർത്താവിനെ എങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, കർത്താവിനെ എങ്ങനെയാണ് അനുകരിക്കേണ്ടത്? പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. അപ്പോൾ നമ്മൾ കർത്താവിന് ഏറ്റവും വിലയുള്ളവരാണ്. ഇന്ന് പകൽക്കാലം ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിരിക്കും, കഴിഞ്ഞ നാളിൽ എന്നെ ആരും കാണാനില്ല, എന്നെ ആരും ശ്രദ്ധിക്കാനില്ല, എന്നെ ആരും ഉൾക്കൊള്ളാനില്ല എന്നൊക്കെ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം അനേക ഭവനത്തോട് വ്യക്തിപരമായി അനേകരോട് ഇടപെടുന്നു. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന് വളരെ വിലപ്പെട്ടവരാണ്. കാരണം ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിങ്ങളെ സൃഷ്ടിച്ചാക്കി നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള എല്ലാ ചുറ്റുപാടും ഉണ്ടാക്കിയതിന് ശേഷമാണ് കർത്താവ് മനുഷ്യകുലത്തെ സൃഷ്ടിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എപ്പിസോഡ് കണ്ടിരിക്കുന്ന മകളെ നിങ്ങൾ ഓരോരുത്തരും കർത്താവിന് വളരെ വിലപ്പെട്ടവരാണ്, വളരെ വിലപ്പെട്ടവരാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം പരിശോധിക്കുമ്പോൾ ഇപ്രകാരം അവിടെ കാണാൻ കഴിയുന്നുണ്ട്, വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു നിഷ്കളങ്ക മക്കൾ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം നാം ദൈവസന്നിധിയിൽ നിഷ്കളങ്ക മക്കൾ ആയിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ കളങ്കങ്ങൾ ഒന്നുമില്ലാതെ, നമ്മുടെ ഹൃദയത്തിൽ മറ്റ് ദുഷ്ടചിന്തയൊന്നുമില്ലാതെ എല്ലാ നടപ്പിലും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളായി തീരണമെന്ന് ആഗ്രഹിക്കുന്നു. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അപ്പം നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ, ദൈവസന്നിധിയിൽ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അത് പിറുപിറുപ്പ് കൂടാതെ വാദവും തർക്കവും കൂടാതെ ചെയ്യുവീനെന്ന് ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചില ഭവനങ്ങളോട് ഇടപെടുകയാണ്. നിങ്ങളൊരു പക്ഷേ മറ്റുള്ളവരുമായിട്ട് വാദിച്ച് തർക്കിച്ച് നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി പലപ്പോഴും ശണ്ടയിടുന്ന തരത്തിലുള്ള വാഗ്വാദങ്ങൾ, തർക്കങ്ങളൊക്കെ അനേക ഭവനത്തിൻ്റെ സമാധാനം കെടുത്തിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെയുള്ള ഭവനത്തോട് നോക്കി പറയുകയാണ്, സകല പിറുപിറുപ്പും എല്ലാ വാദവും മാറ്റിക്കളഞ്ഞ് ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളാകുവാൻ നിങ്ങൾ പരിശ്രമിക്കുക. ആ നിലവാരത്തിൽ നിങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഉണ്ടാകുവാനിടയായിത്തീരും. അടുത്തതായിട്ട് അനുസരണം ഉള്ള മക്കളായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. എല്ലാ നടപ്പിലും, നമ്മുടെ എല്ലാ നടപ്പിലും വിശുദ്ധരായി തീരണമെന്നും അനുസരണമുള്ള മക്കളായി തീരണമെന്നും സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ നടപ്പ് വിശുദ്ധിയുള്ളതായിരിക്കണം, നിങ്ങളുടെ നടപ്പിൽ ദൈവപ്രവൃത്തി ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അനുസരണം. ദൈവം കഴിഞ്ഞ എപ്പിസോഡ് പ്രസ്താവിച്ചതുപോലെ ദൈവം എന്ത് സംസാരിച്ചാലും, സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് എന്ത് തന്നെ ആണെങ്കിലും അനുസരണത്തോടെ ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്.
കഴിഞ്ഞ ദിവസം ചില ആത്മീയ സ്നേഹിതന്മാരുമായിട്ട് ചില സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോയ കൂട്ടത്തിൽ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ കുടിലുകൾ ഞങ്ങൾ സന്ദർശിക്കുവാനിടയായി തീർന്നു. അവിടെ പഴയ രീതിയിലുള്ള ഒരു ലിവിങ് സ്റ്റൈലാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. പ്രകൃതിയുമായിട്ട് അടുത്ത് സഹകരിക്കുന്ന ഒരു അനുഭവം. അവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്ലാസ്സുകളൊക്കെ എടുക്കും, വെള്ളം കുടിക്കുന്ന രീതി എങ്ങനെയാണ്, അങ്ങനെ മനുഷ്യൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ആ സ്ഥലം മേടിച്ചിട്ട് ഏകദേശം ഒരു 30 വർഷത്തിലധികമായി ഒരു ഡോക്ടർ മേടിച്ച സ്ഥലമാണ്. ആ സ്ഥലത്ത് മറ്റ് വളങ്ങളൊന്നും, അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കെമിക്കൽ ചേർന്ന വളങ്ങളൊന്നും ഉപയോഗിക്കാതെ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഇല ഒഴിഞ്ഞ് കിട്ടുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ആ തരത്തിലുള്ള മനുവറൊക്കെയാണ്, വളങ്ങളൊക്കെയാണ് ഉപയോഗിച്ച് ആ സ്ഥലത്തെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ചില കാര്യങ്ങൾ, ചില ഇൻഫോർമേഷൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന കൂട്ടത്തിൽ അവർ ഇപ്രകാരം പറഞ്ഞു: പണ്ടത്തെ കാലത്ത് കുട്ടികൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുമായിരുന്നു, എന്നാൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാർ പറയുന്ന അനുസരിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അവർ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭക്ഷണ പദാർത്ഥങ്ങൾ അവരുടെ ശരീരത്തെ ദോഷമായി ബാധിച്ച് അവരുടെ ഹോർമോൺ ഇൻബാലൻസ്ഡ് ആക്കി കളഞ്ഞ് അങ്ങനെ അനുസരണമില്ലാത്ത കുഞ്ഞുങ്ങളായി വളരുന്നു. അതിന് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം, നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ചിക്കൻ, അത് ഒരിക്കലും 45 ദിവസം കൊണ്ട് ഒരു 2.5 കിലോ ഉള്ളൊരു ഒരു നല്ല വളർച്ച എത്തിയ ഒരു കോഴിയായിട്ട് മാറുന്നില്ല. പകരം അതിനകത്ത് ഒരുപാട് ഹോർമോൺ ഇഞ്ചക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചുണ്ട് അല്പം കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ അതിന് കൊത്തിപ്പറക്കി ആഹാര സാധനങ്ങൾ കഴിക്കാൻ കഴിയാതെ പോകുന്നു. അതിൻ്റെ രണ്ട് കണ്ണിൽ ഹോർമോൺ ഇങ്ങനെ ലിക്വിഡായിട്ടുള്ള സംഭവം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് 42 ദിവസം കഴിയുമ്പോൾ ഇതിങ്ങനെ ഈ ചിക്കൻ 2.5 കിലോ 3 കിലോ ഉള്ള ചിക്കനായിട്ടൊക്കെ മാറുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും വലിയവരാണെങ്കിലും അവരെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നു. അനുസരണമില്ലാത്ത കുഞ്ഞുങ്ങളായി വളരുന്ന ഒരു പ്രകൃതം ഒക്കെ അവർ ചില ക്ലാസ്സുകൾ വഴിയായിട്ട് ഞങ്ങളെ പഠിപ്പിക്കുവാൻ ഇടയായി. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഒരുപക്ഷെ ശരീരത്തിന് ദോഷമുള്ള ഫുഡുകളൊക്കെയായ ഒരുപക്ഷെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ കൂടെ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിനകത്തൂടെ നിങ്ങളോട് ഇടപെടുന്നു. നിങ്ങളുടെ എല്ലാ നടപ്പിലും അനുസരണമുള്ള മക്കളായി മാറണം. ഒരുപക്ഷെ നിങ്ങളുടെ തലമുറകൾ നിങ്ങളെ അനുസരിക്കാത്ത ഒരു പ്രകൃതമായിരിക്കും, എന്നാൽ ദൈവഭാഗത്തേക്ക് അവരെ കൊണ്ടുവരുമ്പോൾ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അവരെ പഠിപ്പിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ആലോചന അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ആർക്കും അനുസരിക്കാത്ത പ്രകൃതങ്ങളൊക്കെ ഇന്ന് പകൽക്കാലം അനുസരണമുള്ള പ്രകൃതങ്ങളാക്കി ദൈവത്തിൻ്റെ ആത്മ മാറ്റാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം വചനത്തിനു മാത്രമേ ഈ വചനത്തിന് മാറ്റമില്ല. ആകാശം ഭൂമിയും മാറിപ്പോകും, എന്നാൽ ഈ വചനം മാറുന്നില്ല. ഇത് അനേകരെ രൂപാന്തരപ്പെടുത്തും, അനേകരെ അനുസരണമുള്ള മക്കളാക്കി മാറ്റും. 4, പകലിൻ്റെ മക്കൾ എന്ന ഒരു പദപ്രയോഗം 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളും ആകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. ഇന്ന് പകൽക്കാലം ഈ എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങൾ ഇരുട്ടിൽ കിടക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇരുളിൻ്റെ മക്കളായി ജീവിക്കാനല്ല ദൈവം ആഗ്രഹം, മറിച്ച് നിങ്ങളെല്ലാം വെളിച്ചത്തിൻ്റെ മക്കളായി തീരണമെന്നും പകലിൻ്റെ മക്കളായി തീരണമെന്നും ആ ഒരു രീതിയിൽ നിങ്ങൾ അറിയപ്പെടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. 1 തെസ്സലോനിക്ക ലേഖനം 5:5 നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവമക്കൾ എന്ന പദപ്രയോഗം നമുക്കവിടെ കാണാൻ കഴിയുന്നു. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാമും ആകുന്നു. അപ്പോൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. 2-ാമത്തെ വാക്യത്തിൽ പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു എന്നും വേദഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1, ദൈവമക്കൾ എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ വീണ്ടും അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവമക്കൾ
ആയിത്തീരണമെന്ന് ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി അനുസരണക്കേടിൻ്റെ മക്കളെന്ന് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിൻ്റെ കാലഗതിയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതി ആയവനെയും അനുസരിച്ച് നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിൽ വരുന്നതിന് മുന്നമേ നിങ്ങളുടെ പ്രകൃതം, നിങ്ങളുടെ രീതി എന്ന് പറയുന്നത് അനുസരണക്കേടിൻ്റെ മക്കളെന്ന ആ ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ കടന്നു വന്നപ്പോൾ, എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ തന്നപ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ തന്നപ്പോൾ അനുസരണമുള്ള മക്കളെന്ന് ആ ഒരു പേരിന് ഞാനും നിങ്ങളും യോഗ്യരായിത്തീർന്നു. അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിൻ്റെ കാലഗതിയും, നേരത്തെ നിങ്ങളുടെ പ്രകൃതം മുമ്പ് ഈ ലോകത്തിൻ്റെ കാലഗതിയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന് മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിൽ. അപ്പോൾ നേരത്തെ നിങ്ങളുടെ പ്രകൃതി എന്ന് പറയുന്നത് അനുസരണം കേടിൻ്റെ മക്കളായിരുന്നു. ആ ദുഷ്ട ആലോചനയ്ക്ക് വിധേയപ്പെടുന്നവരായിരുന്നു. ദൈവമക്കളെന്ന പേര് പ്രാപിക്കുന്നതിന് മുന്നമേ ആ ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ട്, എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചത് നിമിത്തമായി ദൈവമക്കളെന്ന പേര് വിളിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും നിങ്ങൾക്കും പുതിയ വഴികളെ ഒരുക്കി. ഇന്ന് പകൽക്കാലം അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് നിങ്ങൾ അടിമപ്പെട്ട് ജീവിക്കുന്നവരാകുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മക്കളായി തീരുവാനുള്ള ഒരു പുതിയ വഴി, യേശുവിനെ മക്കളായി തീരുവാൻ, യേശുവിനെ മകനായി തീരുവാനുള്ള ഒരു നല്ല ഒരു സന്ദർഭമാണ് ഇന്ന് പകൽക്കാലം. ഇത് നഷ്ടപ്പെടുത്താതെ നിങ്ങൾ പ്രാപിച്ചെടുക്കുക. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ കോപത്തിൻ്റെ മക്കൾ എന്ന പദപ്രയോഗം കാണുന്നുണ്ട്. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങൾ നടന്നു, ജഡത്തിനും മനോവികാരത്തിനും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. അപ്പോൾ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്ന നമ്മെ ഓരോരുത്തരെ, നിങ്ങളെ ഓരോരുത്തരെ സ്വർഗസ്ഥനായ ദൈവം കോപത്തിൻ്റെ മക്കളെന്ന പദപ്രയോഗം മാറ്റി അനുസരണമുള്ള മക്കളെന്ന പദപ്രയോഗമാക്കി. പകലിൻ്റെ മക്കൾ എന്ന പദപ്രയോഗത്തിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് സ്വർഗസ്ഥനായ ദൈവം തിരഞ്ഞെടുത്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ പിശാചിൻ്റെ മക്കൾ എന്ന പദപ്രയോഗം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. യേശു കർത്താവ് എന്തിനാണ് പ്രത്യക്ഷനായത്? പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ. ആ മലയാളം ട്രാൻസ്ലേഷനിൽ പിശാചിൻ്റെ പ്രവർത്തിയെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായെന്ന പദപ്രയോഗം കാണുമ്പോൾ, ഇംഗ്ലീഷിൽ അവിടെ ആ പദപ്രയോഗം നമുക്ക് കാണാൻ കഴിയുന്നത് ഡെസ്ട്രോയ് ദ വർക്ക്സ് ഓഫ് ഡെവിൾ എന്നാണ്. പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുവാൻ. രണ്ടും വലിയ അർത്ഥവ്യത്യാസങ്ങളുണ്ട്. വേദപുസ്തകം പഠിക്കുമ്പോൾ മലയാളം ബൈബിൾ, ഇംഗ്ലീഷ് ബൈബിൾ താരതമ്യപ്പെടുത്തി പഠിക്കുമ്പോൾ ഒരുപാട് അർത്ഥവ്യത്യാസങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഇവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ആ പദപ്രയോഗം മലയാളത്തിൽ പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ എന്നാണ്. ഒരു മനുഷ്യന് ദ്രോഹമുള്ള ഒരു ഏതെങ്കിലും ഒരു മൃഗത്തെ നമ്മൾ കെട്ടിയിടുമ്പോൾ അതിനെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ ആ കെട്ടിയിടുന്ന സമയത്ത് മാത്രം അത് ദ്രോഹിക്കാതെ ഇരിക്കും, മനുഷ്യന് പ്രയാസമുണ്ടാകാതെ ഇരിക്കും. എന്നാൽ അതിനെ അഴിച്ചു വിടുമ്പോൾ അത് വീണ്ടും പ്രയാസമുളവാക്കും. ഇവിടെ എഴുതിയിരിക്കുന്നു, പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ എന്നുള്ള പദപ്രയോഗം കൊടുത്തിരിക്കുമ്പോൾ കർത്താവ് വന്നത്, യേശു കർത്താവ് വന്നത് പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുവാൻ, എന്നേക്കുമായി ഇല്ലാതെയാക്കുവാൻ സ്വർഗസ്ഥനായ ദൈവം കടന്നു വന്നിരിക്കുകയാണ്. ആ വേദഭാഗം ഇന്ന് പകൽക്കാലം നിങ്ങൾ വായിച്ചു ധ്യാനിക്കുക. എന്തിനാണ് യേശു കർത്താവ് ലോകത്തിൽ കടന്നു വന്നത്? പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ. എന്തിനാണ് ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്? അനുസരണമുള്ള മക്കളെന്ന പദവിയിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുവരുവാൻ. എന്തിനാണ് യേശു കർത്താവ് ലോകത്തിലേക്ക്, സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് കടന്നു വന്നത്? എന്നെയും നിങ്ങളെയും പകലിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ. ആമേൻ. വെളിച്ചത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ആമേൻ പ്രത്യക്ഷനായി. എന്തിനു വേണ്ടി ആ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു? എന്നെയും നിങ്ങളെയും പ്രിയ മക്കളെന്ന ആ പദവിയിലേക്ക് കൊണ്ടുവരുവാൻ. എന്തിനു വേണ്ടി യേശു കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നു?
എന്നെയും നിങ്ങളെയും നിഷ്കളങ്ക മക്കളാക്കി മാറ്റുവാൻ എന്തിനു വേണ്ടി യേശു കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നു? എന്നെയും നിങ്ങളെയും അനുസരണക്കേടിൽ നിന്ന് അനുസരണമുള്ള മക്കളാക്കി മാറ്റുവാൻ യേശു ക്രിസ്തു എന്തിനു വേണ്ടി ആമേൻ ദൈവപുത്രൻ എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് കടന്നു വന്നു? കോപത്തിൻ്റെ മക്കളായിരുന്ന എന്നെയും നിങ്ങളെയും കരുണാപാത്രമാക്കി മാറ്റുവാൻ, കോപത്തിൽ നിന്ന് വീണ്ടെടുത്ത് ഒരു പുതിയ ജീവൻ നൽകിത്തരാൻ യേശു കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നു. ആ വേദഭാഗം പരിശോധിക്കുമ്പോൾ ധാരാളം അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം നൽകിത്തരുന്ന ധാരാളം വചനങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു. മനുഷ്യപുത്രൻ പ്രത്യക്ഷപ്പെട്ടത് പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിച്ച് കളയുവാൻ. അപ്പോൾ പിശാചിനെ എന്നേക്കുമായി നശിപ്പിച്ച് കളയുമ്പോൾ, പിശാചിനെ എന്നേക്കുമായി ഇല്ലാതാക്കി കളയുമ്പോൾ, ഇന്ന് പകൽക്കാലം അസമാധാനത്തിൽ കഴിയുന്ന നിങ്ങളുടെ ഭവനത്തിന് സമാധാനമുണ്ടാകുവാനിടയായിത്തീരും. ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ വളരെ അസമാധാനത്തിൽ കഴിയുകയാണ്. നിങ്ങളുടെ ഭർത്താവ് ഒരുപക്ഷെ എപ്പോഴും മദ്യപിക്കുന്ന ആളായിരിക്കാം. നിങ്ങളുടെ ഭർത്താവ് വീട്ടിൽ കലഹമുണ്ടാക്കുന്ന വ്യക്തി ജീവിതമായിരിക്കും. അല്ല, നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തി ജീവിതമായിരിക്കാം. മക്കൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ ദ്രോഹം ചെയ്യുന്നവരായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ പ്രവർത്തികളെ ഓരോന്നും അഴിക്കുവാൻ, നശിപ്പിക്കുവാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. ഇന്ന് പകലിൽ യേശുവിനെ കൈക്കൊള്ളുമ്പോൾ, യേശുവിനെ സ്വീകരിക്കുമ്പോൾ, യേശുവിനെ അപ്പാ പിതാവ് എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പുതിയ അനുഭവം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകിത്തരാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു അനുഗ്രഹമായി മാറാൻ പോകുന്നു. ഈ വചനം ശുശ്രൂഷ ഇവിടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേക വ്യക്തി ജീവിതങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്പർശിച്ച് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അനേകരുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ സ്വർഗസ്ഥനായ ദൈവം ഇന്ന് പകൽക്കാലം സൗഖ്യമാക്കുന്നു. അനേക രോഗികളെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം സൗഖ്യമാകുന്നത് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇപ്പോൾ ഞങ്ങളെ സ്തോത്രം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക അസമാധാനത്തിൽ കഴിയുന്ന ഭവനങ്ങൾക്ക് സമാധാനം ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നൽകി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇരുട്ടിൽ കിടക്കുന്ന, അന്ധകാരത്തിൽ കിടക്കുന്ന, പ്രതികൂലത്തിൽ കിടക്കുന്ന അനേക ഭവനങ്ങളെ ഇന്ന് പകൽക്കാലം കരങ്ങൾക്ക് പിടിച്ച് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. ഇതാ ഇരുട്ടിൽ കിടക്കുന്ന, ഒരു ദിക്കം കാണാൻ കഴിയാതെ, ഒരു ഡയറക്ഷനിലേക്കും പോകുവാൻ കഴിയാതെ, ഭാവിയെല്ലാം ഇരുളടഞ്ഞ അനേക ഭവനങ്ങൾ ഇന്ന് പകൽക്കാലം ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇതാ നിങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ കോപത്തിൻ്റെ മക്കളായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ അനുസരണക്കേടിൻ്റെ മക്കളായി ഇപ്പോഴും ദൈവപ്രവർത്തിക്ക് എതിര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു പുതിയ വെളിച്ചം നിങ്ങളുടെ ഭവനത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം അയച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അന്ധകാരം മാറുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൂരിരുട്ട് മാറുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കൊരു ശുഭഭാവി ഉണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. നല്ല ഒരു പുതിയ വഴി തുറന്ന് നിങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ, ധൈര്യത്തോടെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. ഇതാ ഒരു പുതിയ വഴി നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരാൻ ആഗ്രഹിക്കുന്നു. ശാപത്തിൻ്റെ കെട്ടിൽ നിന്ന് അനേക ഭവനങ്ങൾ ഇന്ന് പകൽക്കാലം കർത്താവ് വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ചില ഭവനങ്ങൾ ഇന്ന് പകൽക്കാലം ഡെലിവറൻസ് പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വചനം ഏറ്റെടുക്കുക. ഇന്ന് പകൽക്കാലം ഈ വചനം ഞങ്ങൾ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് നിങ്ങൾ വാഗൊണ്ട് ഏറ്റുപറയാൻ തുടങ്ങുക. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ആവർത്തിച്ച് പറയുക. ഡെലിവറൻസ് നടക്കുന്നവരെ പറയുക. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ഒരു പുതിയ വഴി തുറന്നു തരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ മകനും മകളുമാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസം ജ്വലിക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ സമാധാനം എനിക്ക് വേണമെന്നും, ആ അന്ധകാര ശക്തികൾ എൻ്റെ ഭവനത്തിൽ നിന്ന് മാറണമെന്നും, കൂരിട്ട് എൻ്റെ ഭവനത്തിൽ നിന്ന് മാറിപ്പോകണമെന്നും ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്നവരെ മാനിപ്പാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. നിരാശയിൽ കിടക്കുന്ന അനേക ഭവനങ്ങൾ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ മാനിച്ച ദൈവം, ഞങ്ങളെ നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് നടത്തിയ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെയും ആ ഒരു അവസ്ഥയിലേക്ക് നടത്തുവാൻ യേശു കർത്താവ് മതിയായവനെന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അനുസരണമുള്ള മക്കളാക്കി മാറ്റുവാൻ, അനുസരണക്കേടിൻ്റെ മക്കളിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ, കോപത്തിൻ്റെ മക്കളിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ, പിശാചിൻ്റെ മക്കളെന്ന പദവിക്ക് ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് പകൽക്കാലം അങ്ങൊരു പേരിന് ഒരുപക്ഷെ ആ ഒരു പേരിലായിരിക്കാം ഒരു വർഷം നിങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നത്. എന്നാൽ ഹല്ലേലൂയ, പിശാചിന്റെ പ്രവർത്തികളെ അഴിച്ച് നിന്റെ ഭവനത്തിൽ പിശാച് കെട്ടിയിട്ടിരിക്കുന്ന നുകങ്ങൾ തകർത്ത് കളഞ്ഞ് എന്നേക്കുമായൊരു സമാധാനം
പകൽക്കാലം നിങ്ങൾക്ക് നൽകി തരുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ കണ്ണുകളും അടച്ചാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആത്മാർത്ഥമായി എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. ചങ്കിലെ ശുദ്ധര യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്ത കോട്ടയത്തുള്ള അമ്മിണി ആൻറ്റിക്കായി കുടുംബത്തിന് അവരുടെ തലമുറകളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശാപത്തിൻ്റെ കെട്ടുകളും മാറിപ്പോകട്ടെ, എല്ലാ പ്രതികൂലങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. രോഗത്തിൻ്റെ കാഠിന്യത്തിൽ നിന്ന് ഞങ്ങളെ ആ ഭവനത്തെ സ്വർഗത്തിലെ ദൈവം വിടുവിക്കുന്ന കൃപയോർ ദൈവത്തെ സ്തുതിക്കുന്നു. മൃഗസമ്പത്ത് അവർക്ക് വളരെ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേകിച്ച് ഖത്തറിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ ആൻറ്റി കുടുംബത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ തലമുറയിൽ അവർ അനുഗ്രഹമായി മാറട്ടെ കർത്താവേ. അവരുടെ കുടുംബം ഒന്നടങ്കം യേശുവിനെ അറിയുന്ന കുടുംബമായി മാറട്ടെ കർത്താവേ. ഈ എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നാനാഭാഗത്ത് ചിതറിപ്പാർക്കുന്ന അനേക ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശാപത്തിന്റെ അവസ്ഥകൾ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തകർച്ചകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുന്നു. ചില അന്ധകാര ശക്തികൾ ചില ഭവനം വിട്ട് പുറത്തു പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ കൂരിരുട്ടിന്റെ അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പകരം വെളിച്ചത്തിന്റെ മക്കളെന്ന് അറിയപ്പെടുവാൻ ഇടയായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിൻ്റെ അസമാധാനത്തിൽ കഴിയുന്ന അനേക കുടുംബങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോക രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകട്ടെ. വിശേഷിച്ച് ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ട രോഗത്തിൻ്റെ കാഠിന്യത്താൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശാപത്തിൻ്റെ കീഴിൽ, നുഖത്തിൻ്റെ കീഴിൽ ആയിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള കുടുംബങ്ങളെ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ രക്തം ഹല്ലേലൂയ നിങ്ങളുടെ ശിരസിലൂടെ പാസ് ചെയ്ത് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം ഇന്ന് പകൽക്കാലം ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ സൗഖ്യമുള്ളവരായി മാറുകയാണ്. തകർച്ചയിലായിരിക്കുന്ന കുടുംബങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിടുവിക്കപ്പെടുന്നു. പുതിയ വഴിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ പുതിയ വഴികൾ വെളിപ്പെട്ടു വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഭവനങ്ങളെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് കൈത്താങ്ങൾ തരുന്ന ഞങ്ങളുടെ അനേക ഭവനങ്ങളുണ്ട്. അങ്ങനെയുള്ള ഭവനങ്ങളെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങൾ, തുടർന്നുള്ള എപ്പിസോഡുകളൊക്കെ നിങ്ങൾ കാണുക. ഇതോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടൊരു കത്തോടെ വായിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. സൗദി അറേബ്യയിൽ നിന്നാണ് ഈ കത്ത് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം എഴുതി അറിയിപ്പാനിടയായി തീർന്നത്. സൗദി അറേബ്യയിലുള്ളൊരു കുടുംബം, അവരുടെ കുടുംബമായിട്ട് ബിസിനസ് ചില വർഷങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവർക്കെതിരെ അവരുടെ ബിസിനസ് നഷ്ടപ്പെട്ടു പോകുവാൻ, സാമ്പത്തികമായ ഒരു തകർച്ചയുണ്ടാകാൻ വേണ്ടി അവർക്കെതിരായിട്ട് നിന്നുകൊണ്ട് അവരുടെ കടയുടെ ഓപ്പോസിറ്റായിട്ട് പല പ്രവർത്തനങ്ങൾ, പല സന്ദർഭങ്ങൾ അവർക്കുണ്ടാകുകയും വളരെ തകർച്ച അവർക്ക് അനുഭവപ്പെടുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ യാദൃശ്യമാണ് ഈ ടി വിയിലെ പ്രോഗ്രാം കാണുവാൻ ഇടയായിത്തീർന്നത്. വിശ്വാസത്താൽ വിളിച്ചു. ധാരാളം വചനങ്ങൾ, ധൈര്യപ്പെടുത്തുന്ന അനേക വചനങ്ങൾ പ്രിയ ബിജു ബ്രദർ പറഞ്ഞ് നൽകി തന്നു. അതനുസരിച്ച് ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളുടെ ചുവടുകൾ മുന്നോട്ട് വെച്ചു. അത്ഭുതകരമായി കഴിഞ്ഞ ദിവസം അവർക്ക് പ്രതികൂലമായി നിന്ന ശത്രുവിനെ സ്വർഗത്തിലെ ദൈവം തന്നെ നീക്കിക്കളഞ്ഞവർക്കൊരു വിജയം ആ ദേശത്ത് തന്നെ കൊടുപ്പാൻ ഇടയായിത്തീർന്നു. ഇതുപോലെ ഈ ശുശ്രൂഷ നിമിത്തമായി അനേക ഭവനങ്ങൾ വിടുവിക്കപ്പെടുകയും പുതിയ വഴികൾ തുറക്കപ്പെടുകയും അനേകർ സൗഖ്യമായും ആകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കണം. കത്ത് മുഖേനയും ടെലിഫോണിലൂടെയൊക്കെ വിളിച്ചറിയിക്കണം. കർത്താവ് നിൽക്കുന്ന വിടുതലിൻ്റെ അനുഭവങ്ങൾ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായി, യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുക, എഴുതി അറിയിക്കുക. അനേകരോട് ഈ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങൾ പറയുക, കാണാൻ പറയുക, അനേകർക്ക് നമ്പർ കൊടുക്കുക. സ്വർഗത്തിലെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടും വരെയും സർവശക്തനായ ദൈവം എല്ലാവരെയും തൻ്റെ കൃപയ്ക്കുള്ളിൽ പൊതിയുമാറാകട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ.